തിരുവനന്തപുരത്ത് വീട്ടിലെ സ്വർണ്ണാഭരണവും പണവും മോഷ്ടിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിപ്പിച്ച വീട്ടുടമ കസ്റ്റഡിയിൽ. വെങ്ങാനൂർ സ്വദേശി മനോജാണ് വിഴിഞ്ഞം പോലീസിന്റെ കസ്റ്റഡിയിലായത്. 7 പവന്റെ സ്വർണവും 15,000 രൂപയും മോഷണം പോയി എന്ന് മനോജ് തന്നെ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അതിനു മുൻപ് പ്രതികരണത്തിലേക്ക്. ബാക്ക് ഡോർ കമ്പി ഇറക്കാൻ കയറിയിരിക്കുന്നത്, പക്ഷേ ബാക്ക് ഡോർ തുറന്നാണ് കിടന്നത്. പക്ഷെ ഇത് ഡോർ ഞാൻ കുറ്റിയിട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്ക് ഇതിനു മുമ്പ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകളിൽ തുണിയിരിക്കാൻ കയറുമ്പോഴേ തിരിച്ച് ആ ഡോർ അടയ്ക്കാൻ ഞാൻ ഇറങ്ങി പോകും. തിരിച്ച് സ്റ്റാൻഡിൽ പോയിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. പോയത് ഒരു 7 പോയിന്റ് ഉരുപ്പടിയും പിന്നെ ഒരു 15,000 രൂപയും. ഞാൻ 7 മണിക്കാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോയിട്ട് ഒരു 8:40 മുമ്പ് ഞാനും വൈഫും മക്കളായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് സംഭവം കാണുന്നത്. ആദ്യം എന്റെ അനിയനാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. കാര്യം അവന് ട്രാഫിക്കിൽ ജോലി ആയതുകൊണ്ട് അതാണ് ട്രാഫിക്കിലായതുകൊണ്ട് അവൻ നമുക്ക് പോലീസ് നമ്പറില്ല. അപ്പൊ അവൻ വിളിച്ച് പറയും. അങ്ങനെ അവനെ വിളിച്ച് പറഞ്ഞിട്ട് എന്റെ അളിയനെ വിളിച്ച് പറഞ്ഞു. അതിനാൽ പിന്നെ അനിയനാണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. മനോജ് നേരത്തെ നൽകിയ പ്രതികരണമാണിത്. വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? മോദി, മനോജ് നേരത്തെ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. അത് പൂർണ്ണമായും കള്ളമാണെന്നാണ് വിഴിഞ്ഞം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം പോലീസിന്റെ പരിധിയിലാണ് വിചിത്രമായ സംഭവം നടന്നത്. ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയ മനോജ് വെങ്ങാനൂർ സ്വദേശിയാണ്. മനോജാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയത്. തൻ്റെ വീട് കുത്തിത്തുറന്ന് വീടിനകത്ത് നിന്ന് ഏതാണ്ട് 7 പവൻ സ്വർണവും 15,000 രൂപയും മോഷണം പോയി എന്നുള്ളത്. അങ്ങനെ പോലീസ് മോഷണം നടന്ന വീട് പരിശോധിക്കാനെത്തുന്നു. അവിടെ മനോജ് പറഞ്ഞ പോലീസിനോട് കൊടുത്ത മൊഴിയെന്ന് പറയുന്നത്, താൻ 7 മണിക്ക് ഓട്ടോയുമായി പുറത്തേക്ക് പോകുന്നതിന് മുൻപ് വീടിൻ്റെ മുകളിൽ തുണി അലക്കിയിടാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്ത് ആരോ വീടിന് ഉള്ളിൽ കടന്ന് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ മോഷണം നടന്നിരിക്കുന്നു, ജനലഴി മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് അപ്പോൾ സ്ഥലം പരിശോധിച്ചു. ജനലഴി പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ ജനലിൻ്റെ അഴി മുറിച്ചിരിക്കുന്നത് അകത്ത് നിന്നാണ് എന്നുള്ളത്. പിന്നീട് മനോജിനെ ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് ആ കള്ളനെ കണ്ടെത്തി. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. മനോജ് തന്നെയായിരുന്നു കള്ളൻ. മനോജ് ഈ മകളുടെ പോലീസ് പണയം വെച്ചിരുന്നു. അത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് പിടിക്കും എന്നായപ്പോൾ വീട്ടിലെ മറ്റ് സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്തു മാറ്റി അത് മോഷണമാണെന്ന് വരുത്താനാണ് ശ്രമിച്ചത്. അതാണ് മനോജിനെ കുടുക്കിയത്. മനോജ് തൊട്ടടുത്ത വീട്ടിൽ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കട്ടർ എടുത്തുകൊണ്ട് വന്ന് ഈ ഗ്രില്ല് മുറിച്ചു മാറ്റി അത് പൊതിഞ്ഞ് ബൈപ്പാസിൽ കൊണ്ട് കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അത് കണ്ടെത്തിയിട്ടില്ല. ഏതായാലും പോലീസ് മനോജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ ജനല് മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുകയാണ്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കള്ളനെ കൈയോടെ പിടികൂടി മോഷണം പോയി എന്ന് ധരിപ്പിക്കാൻ വേണ്ടി മോഷ്ടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.